സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന് പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും ഗ്രാമത്തിലെ മുഴുവൻ ക്ഷീരകർഷകരെയും ഒന്നിപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഏറ്റവും സുതാര്യമായി അച്ഛൻ ഈ പാൽ സൊസൈറ്റിക്ക് രൂപം കൊടുത്തത്. കത്തോലിക്ക യുവജന സംഘടന രൂപീകരിച്ച് അതിലൂടെ ഈ നാടിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ആ കത്തോലിക്ക യുവജന സംഘടനയാണ് ഉളിക്കലിലെ പാൽ സൊസൈറ്റി ക്ഷീര സഹകരണ സംഘം ഉടലെടുത്തത് ഈ സംഘടനയിലൂടെയാണ്. അത് നെല്ലിക്കാമ്പൊയിലാണ് തുടങ്ങിയത്. അതിന് ശേഷമാണ് അത് ഉളിക്കലിലേക്ക് മാറ്റിയത്. ഇന്നത് നല്ലൊരു സ്ഥാപനമായി 5-8 ജോലിക്കാരോട് കൂടി വളരെ 1600 ലിറ്റർ പാലളന്നുകൊണ്ട് ഒരു മഹാപ്രസ്ഥാനമായി അത് ഉയർന്നിരിക്കുകയാണ്. കർഷകനിങ്ങനെ നട്ടം തിരിയുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ ബഹുമാനപ്പെട്ട ഓണയത്തുംകുഴി അച്ഛൻ നെല്ലിക്കാമ്പ് വികാരിയായിട്ട് ചാർജ് എടുക്കുന്നത്. ആ കാലഘട്ടത്തിൽ കർഷകരെല്ലാം ഒത്തുകൂടിയിട്ട് നമുക്കിതിനൊരു പരിഹാരം കാണണം എന്നുള്ള കാഴ്ചപ്പാടിൽ നമ്മൾ അച്ഛനെ പോയി കാണുകയും അവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളും പാൽ കർഷകരും അച്ഛനെ പോയി കണ്ട് അച്ഛനോട് സങ്കടം ബോധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വീട് വീടാന്തരം അച്ഛൻ ഭവന സന്ദർശനത്തിന് വരുമ്പോൾ കർഷകൻ്റെ ആവശ്യങ്ങളും ആവലാധികളും പാലിൻ്റെ ഉൽപ്പാദനവും വിറ്റഴിക്കാൻ സ്ഥലമില്ലാതെ കറങ്ങുന്ന ആ അവസ്ഥയിലേക്ക് അച്ഛൻ്റെ മനം തൊന്നു തന്നെയാണ് അച്ഛൻ വീട് സന്ദർശനം കഴിഞ്ഞ് പള്ളിയിലെത്തുന്നത്. അങ്ങനെയാണ് കുറച്ച് പേര്, അന്നത്തെ കാലത്ത് കുറച്ച് പേര് അച്ഛനെ കാണാൻ വേണ്ടി പള്ളിമുറി ചെല്ലുകയാണ്. അച്ഛൻ ഇങ്ങനെ ഒരു സൊസൈറ്റി രൂപീകരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പാല് വിപണനം നടത്താനുള്ളൊരു വേദി കണ്ടെത്തണമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അച്ഛനെ നേരത്തെ ഏകദേശം മനസ്സിൽ വെച്ചതുകൊണ്ട് അച്ഛനത് മനസ്സിലായത് കൊണ്ട് അച്ഛനത് മുഴുവൻ കേട്ടതിന് ശേഷം പറഞ്ഞ് നമുക്കിത് പരിഹാരം കാണണം. അങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് നെല്ലിക്കാമ്പൊയിലാണ്
ആദ്യം നമ്മൾ ഈ സഹകരണ സംഘം, അതാണ് നെല്ലിക്കാമ്പോയിൽ മിൽക്ക് സൊസൈറ്റിയിൽ നിന്ന് എഴുതിയ ബോർഡ് ഇവിടെ കാണുന്നത്. അതിന് ശേഷം ഉളിക്കലിലേക്ക് വന്നു. ഉളിക്കലിലേക്ക് വന്ന് വാടകക്കെട്ടത്തിലാണ്, അവിടെ കോക്കാട് വാടകക്കെട്ടത്തിലാണ് കെട്ടിടത്തിലാണ് പാല് ഉൽപ്പാദനം. അത് അന്നത്തെ കാലത്തും ഈ പറഞ്ഞ പോലെ ഇപ്പം കണ്ണൂർ ഡയറി അല്ലെങ്കിൽ കോഴിക്കോട് ഡയറി, കണ്ണൂർ ഡയറി മുഴുവൻ പാല് നമുക്ക് കൊടുക്കാൻ കുറ്റഴിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ വന്നു. അങ്ങനെ വന്ന് കർഷകർ നട്ടം തിരിഞ്ഞ് പിന്നെ മാറി വരുന്ന ഭരണസമിതി അംഗങ്ങൾ മിനിമം അപ്കോസായി കഴിഞ്ഞതിന് ശേഷം എത്ര പാല് വേണമെങ്കിലും നമുക്ക് വിറ്റഴിക്കാനുള്ള ഒരു സാഹചര്യം കണ്ണൂർ മിൽമ നമുക്ക് സാധിച്ചു. എന്നാൽ അച്ഛൻ അതിൻ്റെ മുൻപന്തിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വിശ്വാസയോഗ്യനായ ഒരാൾ, ഒരു വൈദികൻ എന്ന ഒരു പരിഗണന വെച്ച് ആൾക്കാർ അന്ന് നാനാജാതി മനസ്ഥരും മതസ്ഥരും ഇതിൽ അംഗങ്ങളായി ചേർന്നു. 212 അംഗങ്ങളാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത്. അന്ന് ആദ്യത്തെ ഭരണസമിതിയിലും എല്ലാവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും ഉണ്ടായിരുന്നു. ഒരിക്കലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമായിരുന്നില്ല അച്ഛൻ അക്കാലത്തെല്ലാം പ്രവർത്തിച്ചിരുന്നത്. അച്ഛൻ്റെ ആ പ്രവർത്തനങ്ങൾ ശരിക്കും അന്ന് ഒരു നിവൃത്തിയിലായിരുന്നു. ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്ന കുറേയേറെ ആൾക്കാർക്ക് ഒരു പ്രചോദനമായിരുന്നു. അന്ന് ഒരു പശു അല്ലെങ്കിൽ ഒരു എരുമ മാത്രം ഉണ്ടായിരുന്ന ആൾക്കാർ സഹകരണ സംഘം രൂപീകരിച്ചതിന് ശേഷം 2-3 വാങ്ങിച്ച് അതൊരു ജീവിതമാർഗമായി ജീവിതമാർഗമായിട്ട് സ്വീകരിച്ചു. സഹകരണ സംഘത്തിൽ മത്സരിക്കണമെങ്കിൽ 180 ദിവസം പാല് കൊടുത്തെങ്കിൽ മാത്രമേ സഹകരണ സംഘത്തിൽ മത്സരിക്കാൻ പറ്റുകയുള്ളൂ. ആ 180 ദിവസവും നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം അന്ന് തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചു. എല്ലാവരും കൂടെ മത്സരിച്ചു. ഞാൻ 3 ടേം പ്രസിഡൻ്റായിട്ട് ഈ സംഘത്തിൽ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ സ്വതന്ത്രമായിട്ട് നമ്മൾ സംഘം നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കും. എല്ലാ കൊല്ലവും എല്ലാ പ്രാവശ്യവും നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ഓണത്തിൻകുഴി അച്ഛനെ ഞങ്ങൾ സെക്രട്ടറിയും ഞങ്ങൾ സ്റ്റാഫംഗങ്ങളും ഞങ്ങളെ അനുസ്മരിക്കാതെ ഒരു മീറ്റിംഗ് ഞങ്ങൾ കൂടിയിട്ടില്ല. എന്നാൽ അച്ഛൻ്റെ കൈ പുണ്യം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്നും ഓർക്കുന്ന ഒരു സംഭവമാണ്. അച്ഛൻ അന്ന് പ്രവർത്തന ഫണ്ടായിട്ട് നമുക്ക് 100 രൂപ തരികയും അതോടൊപ്പം തന്നെ 10 രൂപ മെമ്പർഷിപ്പിൻ്റെ ഇതായിട്ട് തരികയും അതങ്ങ് വളർന്ന് പന്തലിച്ച് ശിഖരത്തിന് ശിഖരവുമായിട്ട് നമുക്ക് മാറാൻ സാധിച്ചിട്ടുണ്ട്. ഈ സംഘം ഇപ്പം 10-40 ലക്ഷം രൂപയോടും ടേൺ ഓവറായിട്ട് മുന്നോട്ട് പോകുന്ന നല്ല രീതിയിൽ ഇന്ന് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നല്ല സംഘമായിട്ടാണ് നെല്ലിക്കാമ്പോയിൽ സംഘം ഇപ്പോൾ ഇവിടെ നിലകൊള്ളുന്നത്. ഇന്ന് ഈ പാൽ സൊസൈറ്റി കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സൊസൈറ്റിയായി വളർന്നു കഴിഞ്ഞു. ആയിരത്തി 1971 ഇവിടുത്തെ അന്നത്തെ ഇടവുകാരിയായിരുന്ന മാത്യു ഓണാത്തൻകുഴി അച്ഛൻ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് നെല്ലിക്കാമ്പോയിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം. 1999 ഏപ്രിൽ മാസം 1-ാം തീയതിയാണ് ഇതൊരു മിൽമ സംഘമായി മാറുന്നത്. അതിനുശേഷം വളരെ ചിട്ടയായ പ്രവർത്തനം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ ശ്രദ്ധേയമായ സംഘങ്ങൾ ഒന്നായി മാറുവാനായിട്ട് നെല്ലിക്കാമ്പോയിൽ സംഘത്തിന് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഓഡിറ്റിലെ എ ക്ലാസിഫിക്കേഷനുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2 സംഘങ്ങളിൽ ഒന്നാണ് നെല്ലിക്കാമ്പോയിൽ സംഘം. മാത്രമല്ല പണ്ടുണ്ടായിരുന്ന എല്ലാ നഷ്ടങ്ങളും ലഘൂകരിച്ച് ഇപ്പോൾ സംഘം ലാഭത്തിലേക്ക് വന്നിരിക്കുന്നു. നെല്ലിക്കാമ്പോയിൽ സംഘത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, കണക്കെഴുത്തിൻ്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ലയ്ക്ക് ഒരു മാതൃകയാണ് നെല്ലിക്കാമ്പോയിൽ സംഘം എന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ തുടക്കമായിരിക്കാം ഒരു കാരണം. അച്ഛൻ നടത്തിയ ആ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ തുടർച്ച ഇപ്പോഴത്തെ ജീവനക്കാർ നടത്തുന്നതുകൊണ്ടായിരിക്കാം അത്. ഇപ്പോൾ കണ്ണൂർ ജില്ലയിലെ സംഘം സെക്രട്ടറിമാർ അവരുടെ ഒരു പരിശീലന സ്ഥലമായിട്ട് നെല്ലിക്കാമ്പോയിലിനെ കാണുകയാണ്. കണക്കിൽ സംശയമുണ്ടെങ്കിൽ ഇവിടുത്തെ സെക്രട്ടറിയോട് ചോദിക്കും. അതുപോലെ തന്നെ ഓഡിറ്റിൻ്റെ കാര്യത്തിലും എന്ത് സംശയമുണ്ടെങ്കിലും നമ്മൾ ചോദിക്കുന്നത് ഇവിടുത്തെ ജോസഫിനോടാണ്. വളരെ ചിട്ടയായ പ്രവർത്തനം കൊണ്ട് കണ്ണൂർ ജില്ലയിലെ എ ക്ലാസിഫൈഡ് സൊസൈറ്റിയാണ് ഈ സംഘം. മാത്രമല്ല നമ്മുടെ ഈ മേഖലയിലെ ആദ്യത്തെ സംഘം എന്ന നിലയിൽ ഈ സംഘത്തിൽ താമസം വിന ഒരു കൂളർ വരാൻ പോവുകയാണ്. മിൽമ 20 ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു കൂളർ വരാൻ പോവുകയാണ്. പാല് തണുപ്പിച്ച് ഇവിടുന്ന് പാല് കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം നെല്ലിക്കാമ്പോയിൽ സംഘത്തിൽ വരികയാണ്. 1.5 കോടി രൂപയാണ് ഇവിടെ ഒരു വർഷത്തെ ടേൺ ഓവർ. ഇവിടുത്തെ കർഷകർ പാൽവിലയായിട്ട് ഇവിടുന്ന് വാങ്ങുന്ന പൈസ നിയർലി 1.5 കോടി രൂപയാണ്. അത് ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സന്ധാരണത്തിന് ആ തുക തീർച്ചയായും പ്രയോജനകരമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംഘം തുടങ്ങിയ ഈ സംഘത്തിന് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ഓണയത്തിങ്കര അച്ഛനെ മിൽമയുടെ പേരിൽ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ തുടക്കം ഈ ഗ്രാമത്തിന് ഒരു വെളിച്ചമായി മാറി.
ഈ നാട്ടിലെ ഏറ്റവും വലിയ നല്ലൊരു സ്ഥാപനമായി, ഏതാണ്ട് 10-50 ലക്ഷം രൂപ ആസ്തിയുള്ളൊരു സ്ഥാപനമായി മാറ്റുവാൻ അച്ഛൻ്റെ തുടക്കം സാധിച്ചു. അച്ഛന് എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും ഞങ്ങൾ ആശംസിക്കുകയാണ് ഈ സംഘത്തിനും. നെല്ലിക്കാമ്പൊയിൽ ഗ്രാമത്തിൽ ഒരു സ്കൂൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചാണ് അച്ഛൻ പിന്നീട് ചിന്തിച്ചത്. 4 ഡിവിഷനുകളുള്ള ഒരു UP സ്കൂൾ അങ്ങനെ യാഥാർത്ഥ്യമായി. ആയിരത്തി 1971-75 കാലഘട്ടത്തിൽ നെല്ലിക്കാമ്പൊയിൽ വികാരിയായിരുന്ന ഫാദർ മാത്യു ഓണയാത്തുംകുഴി അച്ഛൻ്റെ ഭഗീരഥ പ്രയത്നത്താലാണ് ഈ വിദ്യാലയം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചത്. അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞ കേൾവി മാത്രമേ ഉള്ളൂ. ഞാൻ ഓർക്കുകയാണ്, ഈ വിദ്യാലയത്തിലെ കെട്ടിടത്തിൻ്റെ അഭാവം കൊണ്ട് 4 അധ്യാപകരുടെ ജോലി പോകും എന്നൊരു ഘട്ടം വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ സ്റ്റാഫ് മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും ഉടൻ തന്നെ 80 അടി നീളത്തിലുള്ള ഒരു കെട്ടിടം പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്തു. നാട്ടുകാർക്ക് വളരെയധികം സാമ്പത്തിക ബാധ്യതയും പരാധീനതയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ അധ്യാപകരുടെ, ഈ സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ പ്രയത്നഫലമായിട്ടും അവരുടെ സംഭാവനയുടെ ഫലമായിട്ടും ഒരു ചുരുങ്ങിയ കാലം കൊണ്ട്, ഏകദേശം 2 മാസം കൊണ്ട് തന്നെ 80 അടി നീളത്തിലുള്ളൊരു കെട്ടിടം പണിയുകയും ജോലി നഷ്ടപ്പെടുമെന്ന സ്ഥിതിയിലായ 4 അധ്യാപകരെ ഇവിടെ തന്നെ പുനർവിന്യസിക്കുവാനും അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി സാധിക്കുകയുണ്ടായി. നമ്മുടെ ഈ സ്കൂളിൽ ഇന്ന് 1020ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ 1970-72 കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം 1500ഓളം കുട്ടികൾ വരെ നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടായിരുന്നു. ഉളിക്കൽ പഞ്ചായത്തിലുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ വിദ്യാലയത്തിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോഴും കർണാടക ഫോറസ്റ്റിനോട് ചേർന്ന് കാലാങ്കിയിൽ നിന്ന് വരെ നമ്മുടെ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ വരുന്നുണ്ട് എന്നത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ 2014-15 വർഷത്തിൽ ഇരിക്കൂർ ഉപജില്ലയിലെ ഏറ്റവും മികച്ച വിദ്യാലയം എന്ന ഒരു ബഹുമതി നമുക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഈ വിദ്യാലയം തലശ്ശേരി അതിരൂപതയിലെ 2ാമത്തെ മികച്ച UP സ്കൂളായിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം ഫലം കാലാകാലങ്ങളിൽ നമ്മുടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റും PTA-യും അധ്യാപകരുടെയും സംയുക്തമായ സഹകരണത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നത്. ഒരിക്കലും നമ്മൾ പഴയ മാനേജർമാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓണയാത്തുംകുഴി അച്ഛനെ ഒരു കാരണവശാലും ഈ നാട്ടിലുള്ള പൂർവികർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അത്ര വ്യക്തിത്വ പ്രഭാവമുള്ള ഒരച്ഛനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുമെന്ന അവസ്ഥ വന്നപ്പോൾ അവരുടെ സഹകരണത്തോടു കൂടിയും നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയും അച്ഛൻ്റെ അക്ഷീണമായ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടും ഉടൻ തന്നെ കെട്ടിടം പണിയുകയും ഈ അധ്യാപകരെ ഇവിടെ നിലനിർത്താൻ സാധിക്കുകയും ചെയ്തത്. ഇന്നും ഇവിടെ കെട്ടിടം പണി നടന്നുകൊണ്ടിരിക്കുന്നു. നല്ലവരായ നാട്ടുകാരുടെയും ഇടവകക്കാരുടെയും സഹകരണത്തോടു കൂടിയാണ് ഈ വിദ്യാലയം ഈ നല്ല രീതിയിൽ നമുക്കിവിടെ ഇപ്പോൾ പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നത്. ആയിരത്തി 1971-75 കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഓണയാത്തുംകുഴി അച്ഛൻ ഈ ഇടവകയുടെ അജപാലന ശുശ്രൂഷാ കർമ്മം ഏറ്റെടുത്തത്. ആ ഏറ്റെടുക്കുന്ന അവസരത്തിൽ ഫാദർ മാത്യു കൊട്ടുകാപ്പള്ളി അച്ഛൻ തറക്കല്ലിട്ട് ഭിത്തി കെട്ടി ഷീറ്റ് മേഞ്ഞിരുന്ന ഈ പള്ളിക്കെട്ടിടം അച്ഛൻ വന്നതിന് ശേഷം ഉടനെ തന്നെ അതിൻ്റെ മുഖവാരം നിർമ്മിക്കുകയാണ് ചെയ്തത്.
നല്ല ഭംഗിയായിട്ട്, അന്ന് മുഖഭാരം ഉണ്ടായിരുന്നില്ല, ചെണ്ടക്കപ്പ മുറിച്ചതുപോലെ ഇതിങ്ങനെ നെറ്റൊരു ഷെഡ് മാത്രമായിരുന്നു. അപ്പോൾ അച്ഛൻ വന്നതിന് ശേഷം അത് നല്ല ഭംഗിയായി അതിന് മുഖഭാരം പണി കഴിപ്പിച്ചു. അന്ന് ആ കാലഘട്ടത്തിൽ ഇവിടെ റോഡ് സൗകര്യങ്ങളോ മറ്റ് സൗകര്യങ്ങളോ ഇന്ന് നെല്ലിക്കാമ്പോയി കാണുന്ന ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ല. അതിന് അച്ഛനെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇവിടെ വികസനത്തിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു. 43 വർഷങ്ങൾക്കപ്പുറത്ത് ഓണയാത്താൻകുഴി അച്ഛൻ ഈ ഇടവകയിലേക്ക് കടന്നു വരുമ്പോൾ ചുറുചുറുപ്പോടും കൂടിയാണ് കടന്നു വന്നത്. അച്ഛനിവിടെ വന്ന ഉടനെ തന്നെ ഈ ദേവാലയത്തിൻ്റെ ശോചനീയാവസ്ഥ മനസ്സിലാക്കുകയും മുഖവാരമില്ലാതിരുന്ന ദേവാലയത്തിന് മുഖവാരം നിർമ്മിക്കുകയും തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന ഇവിടെ നെല്ലിക്കാമ്പൊയിലും ഇതിൻ്റെ മറ്റൊരു സ്കൂളായ വൈത്തൂർ UP സ്കൂളിലും 3 കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും അതിൻ്റെ പണി തീർക്കുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ഓണയത്താൻകുഴി അച്ഛനെ ഓർക്കുന്നത് ഞങ്ങളുടെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കത്തോലിക്ക യുവജന സംഘടന എന്നപോലെ തന്നെ ബഹുമാനപ്പെട്ട അച്ഛൻ അഖില കേരള ചെറുപുഷ്പ മിഷൻ ലീഗ് ഇവിടെ രൂപീകരിക്കുകയും അത് വളരെയേറെ ശക്തമായ പ്രവർത്തനങ്ങൾ ഈ ഇടവകയിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. തന്നെയുമല്ല, ഈ മേഖലയിലെ ചെറുപ്പക്കാരെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതിരിക്കാൻ വൈകുന്നേര സമയങ്ങളിൽ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അടുത്തെത്തുകയും അച്ഛനുമായി ഉല്ലാസങ്ങളിൽ ഏർപ്പെടുകയും സന്ധ്യമണി അടിക്കുന്ന സമയത്ത് എല്ലാ ദിവസവും കൃത്യമായി അച്ഛൻ ദേവാലയത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി കൊന്തയെത്തിക്കുന്ന പതിവ് അന്ന് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നോക്കിക്കാണുവാൻ കഴിഞ്ഞത്. ഓണയാത്തുംകുഴി അച്ഛൻ വ്യത്യസ്തനാവുന്നത് തൻ്റെ ജീവിത ലാളിത്യം കൊണ്ടാണ്. തികച്ചും ജനകീയനായിരുന്നു ഈ പുരോഹിതൻ. അതുകൊണ്ടാണ് നെല്ലിക്കാമ്പൊയിൽ ഗ്രാമത്തിൽ ഒരു സാംസ്കാരിക കൂട്ടായ്മ രൂപം കൊണ്ടത്. മുതിർന്നവരെയും യുവാക്കളെയും ഒന്നിപ്പിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് അച്ഛൻ നേതൃത്വം നൽകി. വായനയിലൂടെയും വിനോദത്തിലൂടെയും അച്ഛൻ ഒരുമയുടെ പുത്തൻ ഉണർവുകൾ ഗ്രാമത്തിന് സമ്മാനിച്ചു. തീർച്ചയായും ഈ വൈദികൻ ജനകീയൻ തന്നെ. നമ്മുടെ ഈ മേഖലയിൽ ആദ്യമായി യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ യുവജന സംഘാടനം നടത്തിയ അച്ഛനെ എന്നും ഞങ്ങൾ ആ രംഗത്ത് വളരെ നന്ദിയോടെയാണ് ഓർക്കുക. KCVM പോലുള്ള ഇന്നത്തെ സംഘടനകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഈ പ്രദേശത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി അന്ന് റോഡ് നിർമ്മിക്കുന്നതിന്, റോഡുകൾ വൃത്തിയാക്കുന്നതിന്, വാഹന ഗതാഗതം ഉണ്ടാകുന്നതിന്, ഇത്തരമുള്ള കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഈ പ്രദേശത്തെ യുവജനങ്ങളെ അച്ഛൻ സംഘടിപ്പിക്കുകയും ആ യുവജനങ്ങളൊക്കെ തന്നെ പിന്നീട് രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നേതൃത്വ പാഠവുമുള്ള ആളുകളായി മാറി എന്നുള്ളതാണ് അച്ഛൻ്റെ അക്കാലത്ത് ഏറ്റവും വലിയ സുത്യർഹമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് ഞങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു പ്രധാന കാര്യം. പിന്നെ പള്ളിയിൽ ഇവിടെ ഇരുന്ന് അച്ഛൻ ഇരുന്ന് കഴിഞ്ഞാൽ ആരും തന്നെ ഇവിടെ ജനസഞ്ചാരം പള്ളിക്കലേക്ക് വരവ് കുറവായിരുന്നു. എന്നാൽ അച്ഛൻ ഇവിടെ പല സ്പോർട്സ് കളികൾ ഏർപ്പെടുത്തിയതോടു കൂടി ധാരാളം ചെറുപ്പക്കാർ അച്ഛനെ പിന്നെ പള്ളിമേടയിലേക്ക് വരികയും അച്ഛന് അവരോടുകൂടി പല കളികളിൽ ഏർപ്പെടുകയും മറ്റു ചെയ്തതിനോടുകൂടി ഇടവകയിലൊരു നവോത്ഥാനം ഉണ്ടായി. നെല്ലിക്കാമ്പൊയിൽ നിന്ന് ഞാൻ സ്ഥലം മാറിയത് ആലക്കോട് അടുത്തുള്ള വിമലശ്ശേരി ഇടവകയിലേക്കാണ്. അത് ഒരു സ്വയം പര്യാപ്ത ഇടവകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും അവിടെ പ്രവർത്തിക്കാനില്ലായിരുന്നു. വിമലശ്ശേരി ഇടവകയിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്നത് വെള്ളരിക്കുണ്ട് ഇടവകയിലേക്കാണ്. അത് കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഇടവകയാണ്, വലിയൊരു ഇടവക. ഞാൻ ആ ഇടവകയെ സമീപിക്കാറായപ്പോൾ
ഒരു 10-70 പേര് എനിക്ക് അഭിമുഖമായി വന്ന്, അച്ചോ ഇവിടെ ആകെ പ്രശ്നമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്, ഈ ഇടവക 2ആയിട്ട് വിധിച്ചിരിക്കുകയാണ്, ഒരു സ്വൈര്യവുമില്ല, പോലീസ് കേസുണ്ട്, അടിപിടി നടക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം എന്നെ മുൻകൂട്ടി അവരറിയിച്ചു. എനിക്കാകപ്പാടെ ഒരു ഭയപ്പാടും ഒരു അത്ഭുതവുമാണ് ഉണ്ടായത്. പിന്നീട് ഇടവകയിൽ ചെന്ന് കാര്യങ്ങളെല്ലാം പഠിച്ചു. പ്രശ്നം ഇതായിരുന്നു, മടങ്കാരുടെ ഒരു ചെറിയ ഓലി ഉണ്ടായിരുന്നു. അവിടെ വേനൽക്കാലത്ത് വെള്ളം കിട്ടുക വളരെ ബുദ്ധിമുട്ടുള്ള ഏരിയ ആയിരുന്നു. ആ ഓലിയിലാണ് കുറേ വീട്ടുകാരൊക്കെ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്, കോരിക്കൊണ്ടിരുന്നത്. അപ്പോൾ അത് മടങ്കാർക്ക് തികയാത്തതുകൊണ്ട് അവരത് മുടക്കി. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇടവകക്കാർ പരാതിപ്പെടുകയും ബഹളമുണ്ടാക്കുകയും, കുറച്ച് പേര് മടങ്കാരോട് അനുകൂലം, കുറച്ച് പേര് എതിര്, അങ്ങനെ വഴക്കും വക്കാണവും അടിപിടിയും. ഈ അവസരത്തിൽ ഞാൻ പല കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എപ്പോഴും എനിക്ക് തുണയായിട്ടുള്ള യുവജനങ്ങളെ ഞാൻ സമീപിക്കുകയാണ് ചെയ്തത്. ഒരു യുവജന സംഘടന ഉണ്ടാക്കി ആ സംഘടനയായി ഈ പ്രശ്നം ഉന്നയിച്ചു. ആ ചെറുപ്പക്കാർ തന്നെയാണ് ഇതിന് ഒരു പരിഹാരം അവർ കണ്ടെത്തിയത്. അവർ പറഞ്ഞു, അച്ചോ നമുക്ക് ആ വെള്ളമില്ലാത്ത വീടുകളിലെ ആ പറമ്പിലെവിടെയെങ്കിലും നമുക്കൊരു കിണർ കുത്തിയാൽ അവിടെ വെള്ളം കണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രശ്നമൊക്കെ തീർന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് അവിടെ ഒന്നും വെള്ളം കിട്ടുകയില്ല, അതല്ല ഈ ഇങ്ങോട്ട് കോരാൻ വന്നത് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ പൈസ ആര് മുടക്കും? പ്രശ്നമുണ്ടായി. മടങ്കാർ അവർ മുടക്കിയല്ല, പള്ളിക്കാരത്രയും ഇല്ല, ബന്ധപ്പെട്ട കക്ഷികളില്ലെന്ന് മുടക്കാനായിട്ട്. പിന്നെ യുവജനങ്ങൾ പറഞ്ഞു ഞങ്ങൾ തന്നെ പിരിവെടുത്ത് ഞങ്ങൾ തന്നെ ഇതിന് നടത്തിപ്പ് നടത്തിക്കൊള്ളാവുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനക്കാരനെ കൊണ്ടുവന്നു. സ്ഥാനക്കാരനെ കൊണ്ടുവന്ന് ആ വെള്ളമില്ലാത്ത ആ ഭാഗത്ത് സ്ഥാനമെല്ലാം അവിടെ എല്ലാം പോയി നടന്നു നോക്കിയപ്പോൾ ഒരു സ്ഥാനം കണ്ടുപിടിച്ച് ഇവിടെ വെള്ളമുണ്ടാകുമെന്ന് പറഞ്ഞ്. അത്ഭുതമെന്ന് പറയേണ്ടിയിരിക്കുന്നു. 6-7 കോല് താത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആവശ്യം പോലെ വെള്ളം അവിടെ ഉണ്ടായി. അതോടെ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടു. ഇടവക്കാരെല്ലാവർക്കും സന്തോഷമായി, ഐക്യത്തിലായി. ഞാൻ ഈ ശത്രുക്കളായിരുന്ന ഇടവക്കാരുടെയൊക്കെ വീടുകളിൽ കയറിയിറങ്ങി ഇനി ഒരുമിച്ച് രമ്യതപ്പെട്ട് ജീവിക്കണമെന്നൊക്കെ എല്ലാ വീടുകളിലും പറഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെയും ആ വെള്ളരിക്കുണ്ട് ഇടവക വളരെ രമ്യതയിലും ഐക്യത്തിലുമാണ് പോകുന്നത്. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരികളിൽ
അകമോർമകൾ പീലി